വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നീലഗിരി മലയുടെ പ്രത്യേകമായ ഒരു നീലക്കുറിഞ്ചി, കുന്നുകുറിഞ്ചി എന്ന് പറയപ്പെടുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ കുന്ന്. 12 വർഷത്തിൽ ഒരു വട്ടം പൂക്കുന്നതായ ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഈ പൂവാണ് ഈ മലയുടെ പ്രത്യേകത. നീലഗിരിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്രേ. അതുപോലെ വേറെയും സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ട്. ഏതായാലും ഇവിടെ അനേകായിരം ആളുകൾ വന്ന് സന്ദർശിച്ചു പോകുന്നൊരു പൂവാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണത്, നീലഗിരിക്കുന്ന്. അതിമനോഹരമായി പൂത്ത് നിൽക്കുന്നു. പക്ഷെ ഫോറസ്റ്റുകാർ അങ്ങോട്ട് വിടുന്നില്ല ഒരുവിധ ആൾക്കാരൊന്നും. എല്ലാവരും പറിച്ച് നാസാക്കിയതുകൊണ്ട് ആളുകൾ വെറുതെ വന്ന് കണ്ടു പോവുകയാണെങ്കിൽ തിരക്കില്ല. ആളുകൾ ചവിട്ടിയതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വളരെ അധികം ദൂരം ഈ പൂക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നീലഗിരിയിലും വാൾപ്പാറയിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇതിങ്ങനെ ഉണ്ട്. നല്ല രസമായി പൂത്ത് നിൽക്കുന്നു. ആളുകളെല്ലാം പൊട്ടിച്ച് നാസാക്കി. അതിൻ്റെ പേരിൽ ഫോറസ്റ്റുകാർ വന്ന് ആളുകളോട് പോകാൻ പറയുക. ഇഷ്ടം പോലെ ആളുകൾ വന്ന് കാണുന്നുണ്ട്. പല കേരളത്തിൽ നിന്നും കർണാടക, ആന്ധ്ര പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഈ പൂ കാണാൻ വേണ്ടി വരുന്നു. ഇത് 12 വർഷത്തിൽ ഒരു വട്ടം ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത്. നല്ലതായി പൂത്ത് നിൽക്കുന്നു. ഇതുപോലെ ആനകളും ഈ കാട്ടിലുണ്ട്. 450 തരങ്ങളുള്ള പൂക്കളാണിത്. ഇത് വയലറ്റ് കളറ് പറയപ്പെടുന്നു. 450 തരങ്ങളുണ്ടെന്ന്. കളറ് പക്ഷേ ഇത് തന്നെയാണ് നീലക്കുറിഞ്ചി എന്ന് പറയുന്നത്. കുന്നുകുറിഞ്ചി എന്നും പറയുന്നുണ്ട്. എന്തൊക്കെ ഇതിന് പറയുന്നു. എന്തായാലും നല്ല രസമാണ് കാണാൻ. ചായ തോട്ടങ്ങളും അതിനിടയിൽ ഉണ്ട്. ചായ തോട്ടങ്ങളുടെ അരികിലാണ് ഈ കുന്നുകൾ നിലകൊള്ളുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഒട്ടേറെ ജനങ്ങൾ ഇത് വന്ന് കാണാനായിട്ട് എത്തുന്നുണ്ട്. ഇത് ഒരു ജൂലൈ മാസത്തിലാണ് ഈ പൂക്കൾ പൂത്തുലയുന്നത്. പച്ചപ്പില്ലുകൾക്കിടയിൽ ഇത് ഇങ്ങനെ നീലപ്പൂവായി നല്ല സുന്ദരമായി നിൽക്കുന്നത് കണ്ടില്ലേ? എന്തൊരു പൂവാണെന്നറിയാം. ഇത് പൂ വാടുന്നില്ല. ഇതിൽ മൊട്ടുകളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ ഒരു മാസം ഉണ്ടാവും എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തൊരു ചന്തത്തിലാണ് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടില്ലേ? ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു 5-6 സ്ഥലങ്ങളിൽ ഇതിനായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാവൽക്കാർ ഉണ്ട് ഇവിടെ. അവർ ഇവിടേക്ക് ആളുകളെ തടയുന്നുണ്ട്. ഏതായാലും ആളുകളൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ഓടി വരുന്നുണ്ട്. വന്നാൽ ഇവിടെ നാടുകാണി തൊട്ടടുത്തുള്ള നാടുകാണി തൊട്ടപ്പുറത്ത് ഫൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഗുഡുവൻ എന്നാണ് ആ റോട്ടിൻ്റെ സ്ഥലത്തിൻ്റെ പേര്, ഗുഡുവൻ. അതിൻ്റെ അടുത്താണ് ഈ ഫൈൻ ഫോറസ്റ്റ്. ഈ ഫൈൻ ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. വളരെ കാലമായി നമ്മളിവിടെ ജീവിച്ചു പോരുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഇത് വന്ന് കാണുന്നത്. ഈ വഴിയിലൂടെ കടന്നു പോകുന്ന മൈസൂരിലേക്കോ ഊട്ടിയിലേക്കൊക്കെ പോകുന്നവർ ഇതൊക്കെ ഒന്ന് കാണുക. കണ്ടില്ലേ? ഇങ്ങനെ ഇരുന്ന് കാണാനുള്ള നല്ല പൂക്കളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ മഴ അതിന് അനുയോജ്യമായ കാലാവസ്ഥയാണ്. അപ്പോൾ ഇത്രക്കാലം ഇതിവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഇപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ കാണാനുണ്ട്. എല്ലാവരും വന്ന് കാണുക, നോക്കുക, കണ്ട് രസിക്കുക, ഫോട്ടോ എടുത്ത് അങ്ങനെ പിടിച്ച് പോവുക കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക. ഇതിൻ്റെ നീലഗിരിയുടെ ഒരു പ്രത്യേകമാണ് ഈ സംഭവം. എല്ലാ കാലങ്ങളിലും ഉണ്ടാകാറില്ല. 12 വർഷത്തിൽ ആണ് പൂക്കാറെന്നാണ് പറയുന്നത്.
ഇനി ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായി ഉണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങൾ കണ്ടവരൊക്കെ ഇതിൻ്റെ കമൻറ്റ് എന്തെന്ന് പറയുക. അതെന്താണ് നീലക്കുറിഞ്ചി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി വേറെ പേരുണ്ടോയെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇഷ്ടം പോലെ ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബീബി ഇവിടെ അങ്ങനെ പോട്ടം പിടിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നീലക്കുറിഞ്ചിൻ്റെ ഉള്ളിൽ പുല്ലുകളുണ്ട് കേട്ടോ, നല്ല പുല്ല്. ആളുകൾ ചവിട്ടി നടന്നിട്ടൊക്കെ നാസാക്കും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ ആട്ടി വിടുന്നുണ്ട്, എല്ലാം കയറി വരുന്നുണ്ട്. ആന പ്രസവിച്ച് കിടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ നോക്കി വരിക എല്ലാവരും കേട്ടോ, വളരെ ശ്രദ്ധിക്കുക. പാമ്പുകളൊക്കെ ഉണ്ടാവും. നമ്മളൊരു പാമ്പിനെ കണ്ടിരുന്നു പണ്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണൊന്നും അടി. പ്രിയമുള്ളവരെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിക്കുരുവി, അല്ല നീലക്കുറിഞ്ചി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ